നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാറോ? സാർ എന്താ ഇവിടെ? സാറിനെ ഇപ്പൊ ഉള്ളവർക്ക് പറ്റിയ സ്ഥലമല്ലേ? നീ സ്വാമിയെ തല്ലിയോ? സാർ എന്നെ തിരിച്ചല്ല വന്നോ? അതും ഇതുപോലുള്ളൊരു സ്ഥലത്ത്? വേണ്ട സാറേ, അത് സാറിന് തന്നെ നാണക്കേടോ. എനിക്ക് ആ നാണക്കേട് പ്രശ്നമല്ലെങ്കിലും നിന്നെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത് ഞാനാ. ഇനിയും ചിലതൊക്കെ കൂടി അന്വേഷിക്കുകയും ചെയ്യും. എന്താ, നിനക്ക് എന്നെ തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? സാറ് ചുമ്മാ രാത്രി തമാശ പറയാതെ. ഇത് ഭയങ്കര മോശമായ സ്ഥലം. ഞാനാണെങ്കിൽ അതിനേക്കാളിലും മോശപ്പെട്ട ഒരാളാണെന്ന് സാറിന് ഇതിനകം മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു മത്സരം വേണ്ട സാറേ. ഞാൻ മനസ്സിലാക്കിയ കാര്യം അവിടെ നിൽക്കട്ടെ. നിന്നെ പോലുള്ളൊരു ഫ്രോഡ് ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ ചെല്ലുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. ആ പെൺകുട്ടികളെ ദ്രോഹിക്കാൻ തന്നെ സാറേ എന്റെ പരിപാടി. അതെ, അതിന് തന്നെ എന്റെ പ്ലാൻ. തനിക്കും തന്റെ സാറിനും കൂടി എന്നെ തടയാൻ പറ്റൂ. നിനക്കൊരു ധാരണയുണ്ട്, ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് നിന്നെ പോലെ ചെളിയിലേക്ക് താഴാൻ പറ്റില്ലെന്ന്. പക്ഷേ ആ ചിന്ത വെറുതെയാണ്. ചില സാഹചര്യങ്ങളിൽ എത്ര വേണമെങ്കിലും താഴാനും എനിക്കൊരു മടിയില്ല. അത് നിനക്കൊന്ന് മനസ്സിലാക്കി തരാനാ ഞാനിപ്പോ വന്നത്. സ്വാമി, കിട്ടിയതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സ്വാമി. ഓ, ചിങ്കിടിയെ തൊട്ടപ്പോ ഡോക്ടർക്ക് നൊന്തു. എടോ സ്വാമി, താൻ എന്നെ തിരിച്ചടിക്കാറായോ? നീ എന്റെ സ്വാമിയുടെ ദേഹത്ത് കൈവച്ചുണ്ടല്ലോ, നിന്റെ കൈ ഞാൻ വിട്ടു. നീ പറഞ്ഞ പോലെ ഇയാൾ എന്റെ ശിങ്കിടിയല്ല, എന്റെ സഹോദരനെ പോലെയാ ഞാൻ ഇയാളെ കാണുന്നേ. ആ സ്വാമിയെ നീ തല്ലുവല്ലടാ. ദേവിക്ക് വേണ്ടി നിങ്ങൾ എന്തിനെ തല്ലാൻ വരുന്നത്? അവൾ തന്റെ ആരോടോ? വെപ്പോട്ടിയോ? ഇപ്പൊ നിനക്ക് മനസ്സിലാവണം ഞാൻ ആരാണെന്ന്. ദേവികയുടെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടും. ആ പാവത്തിനെ ദ്രോഹിക്കാൻ നിന്നെ ഒരു തരത്തിലും ഞാൻ അനുവദിക്കില്ല. നിന്റെ ക്രിമിനൽ സ്വഭാവം കൊണ്ട് ഇനി ദേവികയുടെ പിന്നാലെ ചെന്നാലുണ്ടല്ലോ. അത് നടക്കില്ല ഡോക്ടറെ. ഞാനൊരു കാര്യം തീരുമാനിച്ച പിന്നെ അത് ചെയ്തിരിക്കും. താൻ അവളെ എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും തന്റെ ചെറുകം കീഴുന്ന് ഞാൻ അവളെ റാഞ്ചി എടുത്തുകൊണ്ട് പോയിരിക്കും. അതിന് പറ്റിയ ആളുകൾ എന്റെ പിന്നിലുണ്ടെന്ന് മാത്രം
ഡോക്ടർ ഓർത്താ മതി. നിന്റെ കൂടെ ഒരുപാട് ആളുണ്ടാവും, പക്ഷെ എനിക്ക് ഞാൻ തന്നെ മതി. ഇനി നീ ദേവിക്ക് നേരെ എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ പിന്നെ നീ കാണുന്ന ഡോക്ടർ നിരഞ്ജന്റെ മുഖം ഇതായിരിക്കില്ല. എടാ റാസ്കൽ. സ്വാമി വാ. എടോ ഡോക്ടറെ, ഇതിന് ഞാൻ അങ്ങനെ പകരം വീട്ടിൽ താൻ നോക്കിക്കോ. സ്വാമി, അവിടെ നടന്നൊന്നും ഡാഡിയോട് പറയണ്ട. ഞാനായിട്ടൊന്നും പറയാൻ പോണില്ല. ഡോക്ടറുടെ നാവ് തെറ്റായിരുന്നു. രണ്ടാളും ഒന്ന് നിന്നേ. എന്താ ഇത്? അത് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് നിന്റെ കയ്യിലെത്തി. നാണമുണ്ടോ നിങ്ങൾക്ക് റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കാൻ? അതും ഈ വീട്ടിൽ കൂലിപ്പണി എടുക്കുന്ന ഇയാൾക്ക് വേണ്ടി. Shut up. സ്വാമി എനിക്കൊരു ജോലിക്കാരൻ മാത്രമല്ലെന്ന് നിനക്കറിയില്ലേ? നിങ്ങൾക്ക് ഇയാൾ പലതുമായിരിക്കും, പക്ഷെ എനിക്ക് ഇയാൾ ഈ വീട്ടിലെ വെറും ജോലിക്കാരൻ മാത്രമാണ്. നിനക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം, പക്ഷെ എനിക്കത് പറ്റില്ല. മാഡം, ഇപ്പൊ എന്താ പ്രശ്നം? ഡോക്ടർ അയാളെ തല്ലിയതാണോ അതോ ശരത്തിന് തല്ലുകൊണ്ടതോ? താൻ മിണ്ടിപ്പോരുത്. ഞാൻ ഇയാളോടാ സംസാരിക്കുന്നത്. നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് അവൾക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അവളെ പോലുള്ള ആളുകളുമായിട്ടാണല്ലോ നിങ്ങൾക്ക് ബന്ധം. അപ്പൊ പിന്നെ ഇതുപോലുള്ള ലോക്കൽ സ്വഭാവം കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ അനാവശ്യം പറയരുത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ വീഡിയോ വൈറലായി കാണും. പ്രശസ്തനായ ഡോക്ടർ കള്ളം കുടിച്ച് വാറിന് മുന്നിൽ തല്ലുണ്ടാക്കി, അങ്ങനെയായിരിക്കും ക്യാപ്ഷൻ. ഒരു അത്യാവശ്യത്തിന് ഒരാൾക്ക് 2 തല്ല് കൊടുക്കുന്നത് അത്ര മോശം കാര്യമൊന്നും അല്ല. വേണ്ടി വന്നാ ഇനിയും ഞാൻ അവനെ തല്ലും. അത്രയ്ക്ക് വൃത്തികെട്ടവനവൻ. അല്ല, ഞാൻ അവനെ തല്ലിയതിന് നിനക്കെന്താ പ്രശ്നം? അവൻ നിന്നെ വിളിച്ച് പരാതി പറഞ്ഞു, അതോ അവൻ ദേവികയ്ക്ക് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതിൽ നിനക്കും എന്തെങ്കിലും പങ്കുണ്ടോ? ഞാൻ ഇത്തരം ലോക്കൽ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഒരു 4-കിട ഗുണ്ടയെ പോലെ നിങ്ങൾ പെരുമാറിയ അതിന്റെ നാണക്കേട് ഈ കുടുംബത്തിനാ. നാട്ടുകാരുടെ മുഖത്ത് നോക്കേണ്ടത് ഞങ്ങളാ. അതും ഏതോ ഒരു പെണ്ണിന് വേണ്ടിയാണ് നിങ്ങൾ തല്ലുണ്ടാക്കിയതെന്ന് നാട്ടുകാരറിഞ്ഞ അഭിമാനം പോകുന്നത് ഞങ്ങൾക്കാ. മതി, നിർത്ത്. നീ പറഞ്ഞ പോലെ ഞാൻ ലോക്കലാ. എന്റെ കൂടെ നിൽക്കുന്നവരെ തൊട്ടാൽ എനിക്ക് നോവും. അവനെ പോലൊരു ഫ്രോഡ് സ്വാമിയുടെ ദേഹത്ത് കൈവച്ചാൽ എനിക്കത് സഹിക്കില്ല. അവനെ തല്ലിയതിന്റെ നാണക്കേട് ഞാനങ്ങ് സഹിച്ചു. നാട്ടുകാർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം.